വണ്ടി ഫ്രണ്ടിൽ കൂടെ കയറ്റി വിട്ടില്ല, ഒരു മൈൻഡും ഇല്ലാതെ അങ്ങ് പോവുക. ഇതെന്താടാ റോഡിൽ കൂടെ കഥയും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കേട്ടോ. ബാന്ദ്ര ഗേറ്റ് അല്ലെങ്കിൽ ബാന്ദ്ര ഫോർട്ട്. എന്റെ പൊന്നു, ഇത് ഇവരെങ്ങനെയാണോ മേസിപ്പെട്ടു വെളിയിൽ ഇറങ്ങാനുള്ള വഴി അറിഞ്ഞുകൂടാ. എല്ലാവർക്കും ടോൾ ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അയ്യോ എൻ്റെ പൊന്നോ ശരിക്കകത്തോട്ട് ഹോൺ അടിച്ച് കയറ്റുക അവന്മാർ. ഓക്കെ, ഇന്ന് നമ്മൾ ലാൽ ദർവാജ എന്ന് പറയുന്നൊരു മാർക്കറ്റ് ഏരിയയിലോട്ട് പോവാണ്. ഈ മാർക്കറ്റ് ഏരിയയിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് ഏരിയ ഒരു മെയ്സ് പോലെയാണ് പണിത് വെച്ചിരിക്കുന്നത്. എനിക്ക് അറിയാൻ സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ രാജാക്കന്മാർ പണിത് വെച്ചതാണ് ഈ സ്ഥലം. ഇത് റൗണ്ട് അബൌട്ടാണ്, പക്ഷെ ഇതൊരു എൻട്രി ആയിരുന്നു, ഡോറാണ് കണ്ടോ. അതിന് മതിലെല്ലാം പൊട്ടിച്ച് കളഞ്ഞ് നിൽക്കുക. ഇത് ശരിക്കും ഒരു നമ്മുടെ ഈ ബാഹുബലിൻ്റെ ഇത് കണ്ടില്ലായിരുന്നോ, ഒരു വലിയ സർക്കിൾ പോലെ ഒരു അതിൻ്റെ അകത്ത് ഇത് ചെയ്യുന്നത്, ഒരു എന്താ മാപ്പ് നമ്മൾ അതിനകത്ത് കാണിക്കുന്നില്ലായിരുന്നോ, ഒരു വലിയ കിങ്ഡം പോലെ ഉണ്ടാക്കി പണി ചെയ്യുന്ന ഒരു സംഭവം. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു ഇത്. അപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എനിമീസ് വരുമ്പോൾ ഒന്നീ രാജാക്കന്മാർക്ക് അവരുടെ അടി കൂടി ജയിക്കണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എനിമീസ് വരുന്ന മുമ്പ് രക്ഷപ്പെട്ടു പോകണം. അപ്പോൾ അവർ ഈ മെയ്സ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത് വെച്ചാൽ വെളിയിൽ നിന്ന് കാണുമ്പോൾ ഇതൊരു ചെറിയ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ എന്തായാലും രാജാക്കന്മാർ വന്ന് ഒളിക്കാൻ ചാൻസ് ഇല്ല എന്നുള്ള രീതിയിൽ. പക്ഷെ അകത്തോട്ട് കയറി കഴിയുമ്പോൾ ഇതൊരു ഇൻഫിനിറ്റി ലൂപ്പായിട്ട് മാറും. നമ്മുടെ ആദ്യം ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഹോസ്റ്റൽ എടുത്തത് ഇവിടെയായിരുന്നു. അപ്പോൾ ആ ഹോസ്റ്റലിൽ നിന്ന് ഞാൻ ചുമ്മാ ഒന്ന് നടക്കാൻ ഇറങ്ങി. ഇപ്പോൾ മെയിൻ റോഡ് എത്താൻ ആകെ എടുത്തത് ഏകദേശം ഒരു 10 മിനിറ്റ് എങ്ങാണ്ടാണ്. പക്ഷെ തിരിച്ച് ഞാൻ ഹോസ്റ്റലിലോട്ട് എത്താൻ എടുത്തത് 20 മിനിറ്റും. അതാണ് ഞാൻ പറഞ്ഞ ഒരു മെയ്സ് പോലെ ഇത് പണിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വളവ് മാറിക്കഴിഞ്ഞാൽ അത് വേറെ എവിടുന്നെങ്കിലും വേറൊരിടത്ത് വന്നെത്തുന്നത്. അറിയാവുന്ന ആൾക്ക് കറക്റ്റ് സ്പോട്ടിലെത്താം, അറിയാത്ത ആൾ പെട്ടുപോകും. അപ്പോൾ അങ്ങനെയുള്ള മാർക്കറ്റാണ് ഈ ലാൽ ദർവാജ. നമുക്കിതിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്ന 3 ഡോറുള്ളൊരു എൻട്രൻസ് ഉണ്ട്. കണ്ടോ, വണ്ടി ഫ്രണ്ടിൽ കൂടെ കയറ്റി വിട്ടില്ല, ഒരു മൈൻഡും ഇല്ലാതെ അങ്ങ് പോവുക. തീൻ ദർവാജ. അപ്പൊ ഈ ദർവാജ എന്ന് വെച്ചാൽ ഡോർന്ന്, അപ്പൊ ലാൽ എന്ന് വെച്ചാലോ റെഡോ? ഓ, റെഡ് ഡോർന്നാണ് ഇതിന്റെ മീനിങ്. ഓ, ലാൽ ദർവാജ എന്ന് വെച്ചാൽ റെഡ് ഡോർന്നാണ് അതിന്റെ മീനിങ്. എവിടെ? ഓ, ഓക്കെ ഓക്കെ, അവിടെ ചേർത്ത് കയറാം. ഓക്കെ, അതുകൊണ്ട് ബസ് അവൻ്റെ ബാക്കിൽ നിന്ന് ഇടിക്കുന്നു. എൻ്റെ പൊന്നു, ഇവിടെ ആരും നോക്കുന്നില്ല. കണ്ടോ ഇടിച്ചില്ല. ഇവിടത്തെ വണ്ടി ഓടിക്കുന്നത് കണ്ട, ഫോണും നോക്കിക്കൊണ്ടൊരുത്ത വണ്ടി ഓടിക്കുന്നു ഈ തിരക്കിൽ. കാരണം ഇത്രയും ട്രാഫിക് ഇവിടെ വന്നാലും നിർത്തത്തില്ല. ഒരുത്തം കുത്തി കയറിയെങ്കിൽ മാത്രമേ എല്ലാവരും നിർത്തത്തുള്ളൂ. അങ്ങനെ ഇതെല്ലാം പണ്ടത്തെ ബിൽഡിങ്സാണ്. ഇതിപ്പോൾ അഹമ്മദാബാദിൻ്റെ കോറിലല്ലേ നമ്മളിപ്പോൾ, അഹമ്മദാബാദിൻ്റെ നടുക്ക്. ഏകദേശം അതാണ് നമ്മുടെ ഹോട്ടലല്ല ഹോസ്റ്റൽ. അവിടെ ഡോർമെറ്ററി ഉണ്ട്, രണ്ടും ഉണ്ട്. മാർക്കറ്റ് ഏരിയയിലോട്ട് നമ്മൾ കയറാൻ പോവുക. ഈ ഡോറിൻ്റെ പേരെന്തോ വില ഉണ്ടോ? ഇത് ഇവരുണ്ടാക്കിയതാണെന്ന് തോന്നുന്നില്ല ഇത്. നമ്മുടെ റൈറ്റ് സൈഡിലുള്ള അതും മസ്ജിദ് അല്ലേ ഫ്രണ്ടില്? ഫ്രണ്ടിലോട്ട് നേരെ കാണുമ്പോൾ മസ്ജിദ് അല്ലേ അത്? അയ്യവ, മൊത്തം കുട അങ്ങ് വിതർത്തി വെച്ചിരിക്കാം. മാർക്കറ്റ് ഏരിയയിൽ കയറി. എല്ലാം വില കുറവായിരിക്കും ഇവിടെ.
12 മണിയായി. അയ്യോ മാർക്കറ്റ് ഏരിയയിൽ വണ്ടി ഓടിക്കാൻ ഇച്ചിരി പാടാണേ. നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നതാണ് എന്തായിരുന്നു ബാന്ദ്ര ഗേറ്റ് അല്ലെങ്കിൽ ബാന്ദ്ര ഫോർട്ട്. അവിടെ ഉണ്ടല്ലോ ക്ലോക്ക്. ഇത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് പോണതാണോ? ഇപ്പൊ അങ്ങോട്ടല്ലേ? എന്നാ അങ്ങനെ കേറിപ്പോ. ഓ ഇവിടെ നിന്നാണോ വന്നേ? ഓ എല്ലാം ഒരേപോലെയാ. അയ്യോ ആണ്ട് ആ സ്ഥലം കണ്ടോ? നമ്മളിപ്പോ കേറി വന്ന ഞാൻ ചോദിച്ചു. അതല്ല, ആണ്ട് അതിന്റെ ഫ്രണ്ടിലും ഉണ്ട്. എല്ലാം ഒരേപോലെ തന്നെ തോന്നുന്നു. ഇതിന്റെ മണ്ടയ്ക്ക് കയറാൻ പറ്റുമോ? ഇതിന്റെ മണ്ടയ്ക്ക് ഒരു ഇന്ത്യൻ ഫ്ലാഗും കൂടെ അവര് വെക്കണ്ടായിരുന്നു. അതേണ്ട ഇവിടെ കൂടെ കയറാൻ സ്ഥലം ഉണ്ടല്ലോ. ഇല്ല അവിടെ അകത്തു. അയ്യോ നമ്മളെന്താ വെളിയിൽ ഇറങ്ങിയോ? അതർ സൈഡ്. അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ എത്തി, ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ എത്തും. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തെന്ന് ഓർമ്മയുണ്ടല്ലോ. അവസാനം വണ്ടി തപ്പി നടക്കേണ്ടി വരും. മാറിക്കോട്ടെ. ഒന്നല്ല, അതിൽ കൂടുതലുണ്ട്. ഏതാ? ഏത് ബ്രിഡ്ജ്? നമ്മൾ അതിൻ്റെ ഉള്ളിൽ നെഹ്റു ബ്രിഡ്ജിന്റെ അടുത്തെത്തിയോ? ഇതെന്ത് പടിയേ? ഒരു ലോജിക്കും ഇല്ലല്ലോ. സ്മോൾ കേസ് കോട്ട് അഹമ്മദാബാദ്. ഓ ഇവിടെ കോട്ടായിരുന്നു അത്. ഓ ചുമ്മാ തന്നെ കുറെ പോലീസുകാരെ കണ്ടോ ഞാൻ. ഓ ഇവിടുന്ന് കയറാൻ പറ്റൂ? ഇവിടുന്ന് എങ്ങനെ കയറുന്നത്? ഇതെങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടാണ് നീ ഇങ്ങോട്ട്? നോക്കട്ടെ ഇവിടെ എങ്ങനെയാണെന്ന്. ഇതെന്തുവാ? ഫോർട്ടിൽ കയറാൻ പറ്റുമോ? നോക്കട്ടെ. ഗേറ്റിന് ഇവിടെ ഇതാണ് സംഭവം. പക്ഷേ അകത്തോട്ട് കയറിയപ്പോൾ എങ്ങനെ കയറണമല്ല ചോദിച്ചു നോക്കിക്കോ ആരോടെങ്കിലും. പോലീസ് ചേട്ടനോട് ചോദിച്ചു നോക്കിയാലോ. അഹമ്മദാബാദ് സിറ്റി പോലീസ്. അങ്ങനെ തന്നെ തിരിച്ചു പോവാം. അതതിൻ്റെ ബാക്ക് സൈഡാണ്. പക്ഷെ അവിടെ അങ്ങ് ആരെയും കാണുന്നില്ല. കുറേ വണ്ടികൾ മാത്രമുണ്ട്. ഇവിടെ കാണാതെ പോയാലേ ഇവിടെ തപ്പി കണ്ടുപിടിക്കാൻ 2 ദിവസം എടുക്കും. ആണ് എല്ലാ മൂലയും. ഇതിൻ്റെ ഫോൺ എന്ത്? ഓക്കെ. എല്ലാ മൂലയും കാണാൻ ഒരേപോലെ തന്നെ ഉണ്ട്. ആണ്ട് ആ വാതിലും ഉണ്ടോ? ഓ ആ സമയത്ത് വാതിലും ഉണ്ടോ? അതുകൊണ്ട് ഇവിടെ ടാറ്റു ചെയ്യുന്നു. ഇങ്ങനത്തെ സ്ഥലത്തൊന്നും വന്ന് ടാറ്റു ഇടല്ലേ. ടാറ്റു ഇടുകയാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കേഷൻ മേടിച്ച സ്ഥലത്ത് വേണം പോയി ഇടാൻ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കൈക്ക് പണം കിട്ടിയിട്ട് ഇൻഫെക്ഷൻ വരും. നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് അതിൻ്റെ എൻട്രൻസ് അല്ല മെയിൻ എൻട്രൻസ് അല്ലേ ഇത്? ഈ സൈഡിലത്തെ ഈ എൻട്രൻസ് കണ്ടുപിടിച്ച് അകത്ത് കയറാൻ പോവാണ്. ഓ ഇങ്ങോട്ട് ഇവരിത് ചെയ്യുന്നില്ല കേട്ടോ. എവിടെ? ഓ അതാണോ? മണ്ടയ്ക്കോട്ട് പോകില്ല. അവിടെ ഒരു എഴുതിയിട്ടേക്കുക, ബ്ലോക്ക് ചെയ്ത്. മണ്ടയ്ക്ക് പോവായിരുന്നു. പിന്നെ നമ്മുടെ ആൾക്കാരല്ലേ മണ്ടയ്ക്ക് കയറിയിട്ട് മൊത്തം കുളമാക്കി കാണും. അതാണ്ട് നമ്മളെ മറ്റേ ഡോറ് കണ്ടത്. ആ ബാഗെല്ലാം അവർ തൂക്കിയിട്ടിരുന്ന ഡോറ്. ആ ഡോറിന്റെ സൈസ് കണ്ടോ? വേണ്ട പിടിച്ചേ. അടയ്ക്കാക്കുരി ചെയ്യും. ഇവളെന്നെക്കാളിലും ചെറുതാ.
നീ പോയി നിന്നെ അവിടെ ഇരിക്കുമ്പോ കണ്ടോ? എന്റെ പൊന്നു, ഇത് ഇവരെങ്ങനെയാണോ എടി പിന്നെ വേണ്ട ഇത് കണ്ടോ? ഇവിടെ ഉണ്ട് ചെറിയ ഡോറുണ്ട്. അത് ഈ ചെറു ആൾക്കാർക്ക് കേറി വരാനുണ്ട്. പിന്നെ വല്ല ഇവിടൊക്കെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ? അതാ ഗ്രില്ലൊക്കെ ഇവരിട്ടതാണോ അതോ മുമ്പ് അവരിട്ടിരുന്നതാണോ? സത്യമായിട്ട് അത് തൊട്ട് നോക്കിയാൽ എനിക്ക് മനസ്സിലാത്തില്ല. അതേപോലെ തന്നെ ഈ ഫോർട്ടിനെ കുറിച്ച്, ഫോർട്ടല്ലേ ഗേറ്റ് അല്ലേ, ഗേറ്റിനെ കുറിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്തുവാ? അഹമ്മദാബാദ് ഫൗണ്ടർ ഓഫ് അഹമ്മദാബാദ് സുൽത്താൻ അഹമ്മദ് ഷാ I ആണ്. ആ പുള്ളിയാണ് ഈ ഈ എൻട്രൻസിന്റെ ഇത് ഫൗണ്ടറും ഉണ്ടാക്കിയത്. ഇതല്ലേ ഫോർമർ ക്യാപിറ്റൽ രാജ്പൂത് സിറ്റാഡൽ കഴിഞ്ഞിട്ട് ആ ഒരു രാജ്പൂത് സിറ്റാഡൽ കഴിഞ്ഞിട്ടാണ് ഈ ഒരു പ്ലേസിന്, ഈ ഒരു ഗേറ്റിന് ബാന്ദ്ര എന്ന പേര് വന്നത്. 3 kings of the dynasty of Gujarat Sultanate had held before Ahmedabad became the capital. എന്ന് വെച്ചാൽ അഹമ്മദാബാദ് ഓൾറെഡി ഒരു ഫോർമർ ക്യാപിറ്റൽ എന്നാണ് അറിയപ്പെടുന്നത്. ആക്ച്വൽ ക്യാപിറ്റൽ ഗാന്ധിനഗറാണ്. ബട്ട് അഹമ്മദാബാദ് ഒരു ഫോർമൽ ക്യാപിറ്റൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം അതിനുള്ള മുന്നേ 3 സൽത്തനത്ത്, ഗുജറാത്ത് സൽത്തനത്തിന് 3 രാജാക്കന്മാരുണ്ടായിരുന്നു. അവരുടെ സമയത്തുള്ള ഇതാണ് ഇത് പണിതേക്കുന്നത്. 3 ഗേറ്റ് ഉണ്ടാക്കിയായിരുന്നു. ഇതില് കൊടുത്തിരിക്കുന്നത് അതിന് 2 എണ്ണം ഡിസ്ട്രോയ് ആയെന്നാണ് ഇതില് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ ഇതൊരു ഗേറ്റ് അതല്ലേ ഉദ്ദേശിച്ചത്? ഇതൊരു ഗേറ്റ്. ഈ 3 എണ്ണത്തിൽ ഒരെണ്ണം ജഹാംഗീർ എന്ന രാജാവിന്റെ സമയത്തുള്ള ഒരു ഗേറ്റ് ആണ്. അതാണ് പൊട്ടിപ്പോയത്. അല്ല, ഇപ്പം ആ 2-ൽ ഒരെണ്ണം, 2-ൽ ഒരെണ്ണം ജഹാംഗീറുടെ സമയത്തുള്ള. ഈ ഗേറ്റ് ഏതാന്ന് അറിയില്ലല്ലോ നമുക്ക്. ഈ ഗേറ്റും പേരറിയത്തില്ല. ഇപ്പുറത്തെ ഒരു ഗേറ്റ് ഇല്ലേ? അപ്പൊ ആ ഗേറ്റ് ഏതാ? ഒന്നാണോ? അപ്പൊ ഇതുപോലെ വേറെ ഉണ്ടാവും ഇവിടുന്ന്. ഇങ്ങനത്തെ എന്താ പറയുന്നത്, ഇപ്പം സർഖേജ് റോസ ഉണ്ട്, അതിന്റെയും ഈ ഇങ്ങനത്തെ ഒരു ആർക്കിടെക്ചർ ടൈപ്പാണ്. ഇങ്ങനത്തെ ബിൽഡിംഗ് ആണ്. സർഖേജ് റോസ ഉണ്ട്. പിന്നെ അങ്ങനെ 2-3 സ്ഥലങ്ങളുണ്ട്. അവിടെയും ഇങ്ങനെ പോയി നോക്കുവാണെങ്കിൽ ഈ ഒരു ടൈപ്പ് ബിൽഡിങ്സും സ്കൾപ്ചേഴ്സും പിന്നെ ഇതിന്റെ പണിയൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം സെയിം കാണാൻ പറ്റും. ഇത്രയും വർഷമായിട്ട് ഇതിനൊന്നും പറ്റാതിരിക്കുന്ന കാണുമ്പോഴേ ഇപ്പോഴും ആ ഒരു അത്ഭുതം തോന്നുന്നു. ഇപ്പൊ ഉണ്ടാക്കുന്നതെല്ലാം അഹമ്മദാബാദ് തന്നെ ഒരു വേൾഡ് ഹെറിറ്റേജ് സിറ്റി എന്ന് പറയുന്നത്, അറിയപ്പെടുന്നത്. വേൾഡ് ഡോറിന്റെ സൈസിന് ഇതേപോലത്തെ ഡോറല്ല അപ്പുറത്തും. നമ്മളുടെ യുനെസ്കോ ഇല്ലേ, യുനെസ്കോ തന്നെ ഇതിനെ കൺസിഡർ ചെയ്തതാ അഹമ്മദാബാദ് ഒരു വേൾഡ് ഹെറിറ്റേജ് സെന്റർ ആണ്. കാരണം അങ്ങനെ കുറെ ഹിസ്റ്റോറിക്കലും ആർക്കിയോളജിക്കൽ ടൈപ്പ് ഹെറിറ്റേജ് സിറ്റിയാണ്. കുറെ ബിൽഡിങ്സ് ഉണ്ട്, പുരാണ വസ്തു. ഗുജറാത്തിൽ തന്നെയാണ് ഈ ധോലാവീർ, മോഹൻജോദാരോ, ലോഥൽ, നമ്മുടെ പഴയ കാലത്ത് സിവിലൈസേഷൻ ഒക്കെ അതൊക്കെ ഗുജറാത്തിൽ തന്നെയാണ്. അതൊക്കെ ഇപ്പോഴും അതിന്റെ റിമൈൻസ് ഒക്കെ അവിടെ പോയാൽ നമുക്ക് മക്കൾക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ അവിടെയൊക്കെ പോകാമായിരുന്നു. പക്ഷെ നമുക്കിപ്പോ സമയമില്ല, തിരിച്ചു പോകുന്ന ഡേറ്റ് എടുത്തോണ്ട് തന്നെ ഈ പറഞ്ഞ സർഖേജ് റോസ ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ ഏരിയയും കൂടി ആയതുകൊണ്ട് ജുമ്മ മസ്ജിദ് ഉണ്ട്, സിദ് സയ്യദ് മോസ്ക് ഉണ്ട്. സിദ് സയ്യദ് മോസ്ക് പറ്റുവാണെങ്കിൽ പോകുന്ന വഴിക്ക് കാണിക്കാം. അങ്ങനെ കുറെ ഉണ്ട് ബിൽഡിങ്സും കുറെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ.
ഇവിടെ മൊത്തവും ഇങ്ങനത്തെ ബ്യൂട്ടി കിറ്റ് അല്ലേ? എല്ലാം ഉണ്ട് ഇവിടെ. ആ ഓക്കെ ഓക്കെ, ബൾക്കായിട്ട് കൊള്ളാല്ലേ? നാട്ടില് എപ്പോഴും ചൂടൊക്കെ വരുമ്പോൾ നാരങ്ങ വെള്ളം കുടിക്കുന്നത് പോലെയാണ് ഇവിടെ നമ്മള് ജ്യൂസ് കുടിക്കുന്നത്. പക്ഷെ അവിടെ അത് കുടിച്ചു കഴിഞ്ഞാൽ ഫ്രഷ് ആവും, ഇവിടെ വന്നാൽ ഷുഗർ ആവും. അവിടെ ഷുഗർ ഇടാറില്ലേ? വേണമെങ്കിൽ സോഡയുണ്ട്. വേണ്ട, കരിമ്പ് ജ്യൂസ് മതിയോ? കരിമ്പ് ജ്യൂസ് തന്നെ ഉണ്ട്. ഇവിടുത്തെ എല്ലാവരും കുടിക്കുന്നത് അതല്ലേ, അപ്പം നമ്മൾ അത് തന്നെ എടുക്കണം. നമ്മുടെ നാട്ടിൽ ഷോഡ വേണം, ഷോഡ. ഇവിടെ എത്ര അടി? ഇത് ചെറുതാണല്ലോ കണ്ടിട്ട്. ചിലയിടത്ത് വലുതും ചിലയിടത്ത് ചെറുതും. നമുക്ക് ഇവിടെ ഇരുന്ന് കുടിക്കാനാ? പിന്നെ ഇരുന്നൂടെ? അമ്മേ, ഇനി കരിമ്പൻ ജ്യൂസും കുടിച്ചിട്ട് പോവാം. അവിടെ ഒരു അമ്പലമുണ്ട്. ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല. അറിഞ്ഞൊരു സംഭവമാണ്. ഇവിടുത്തെ അഹമ്മദാബാദ് കോർട്ടിന് ഒരു ഫിനാൻഷ്യൽ ടൈറ്റ് വന്നു പൈസയ്ക്ക്. അപ്പോൾ ഈ ഇവിടെ നിന്ന് അപ്പോൾ ആ സമയത്ത് ഈ അമ്പലത്തിൽ നിന്ന് മാത്രമേ അത്രയും എമൗണ്ട് കൊടുക്കാൻ പറ്റിയുള്ളൂ. അപ്പോൾ ഈ അമ്പലമാണ് ആ കോർട്ടിനെ സഹായിച്ചത് ഫിനാൻഷ്യലി എന്തോ ക്രൈസിസ് വന്നപ്പോൾ. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിയാം. എന്താ കറക്റ്റായിട്ടുള്ള കാര്യമാണോ എന്ന് അറിയില്ല. പക്ഷെ ഞാൻ അങ്ങനെ അറിഞ്ഞു, അത് പറയാമെന്ന് വിചാരിച്ചു. കാരണം ഒരു അമ്പലമാണ് കോർട്ടിനെ സഹായിച്ചത്. ഞാൻ അങ്ങനെയൊന്നും ആദ്യം ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ പറഞ്ഞേ ഉള്ളൂ. ഇവിടെയൊക്കെ നല്ല ലാഭമായിരിക്കും കരിമ്പ് ജ്യൂസ്. എത്ര വേസ്റ്റ് വേണ്ടോ? 15 രൂപ. എത്ര ഐസ്? കാരണം എനിക്ക് ഇത് ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മയോട് ചോദിച്ചത്. അപ്പൊ അമ്മ പറഞ്ഞു ഐസ് ഇടുമ്പോ ഇവർക്ക് കുറച്ച് ജ്യൂസ് ഫുൾ ഗ്ലാസ് നിറയ്ക്കണം. അതുകൊണ്ടാണ്. നല്ല ബുദ്ധിയാട്ടോ സാധനം. ഓ, ഇവരാ മസാല ഇട്ടല്ലോ. മസാല മിക്സ് ചെയ്യണ്ട, അങ്ങനെ മസാല മിക്സ് ചെയ്യാതെ കുടിക്കണത്. മസാല മിക്സ് ചെയ്യുമ്പോൾ ഒരുമാതിരി വൃത്തിയായിട്ടല്ല, എന്തോ ഒരു ആ ടേസ്റ്റ് മൊത്തം ഇല്ലാതായി. ആ, ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടമാണ്. ഇനി എങ്ങോട്ടാ? മൊത്തം മാർക്കറ്റ് ഒന്ന് ചുറ്റി കറങ്ങാം. എല്ലാം കൂടെ ഇനിയും ഇങ്ങനെ സ്ഥലം മൊത്തം മാർക്കറ്റല്ലേ ഇനി അങ്ങോട്ട്. പെട്ടെന്ന് ഒരു ടൈം ലാപ്പിലോട്ട് അങ്ങ് പോവാം. എന്തേ? ഞാൻ ഒരു ടൈം ലാപ്സിലോട്ട് പോവാം. അങ്ങോട്ട് പോവാം. നമുക്കൊരു ടൈം ലാപ്സിലോട്ട് പോവാം. ഇതാണ് ഞാൻ പറഞ്ഞ തീൻ ദർവാജ. 3 വാതിലുകൾ കണ്ടോ? അവിടെ 1, 2, 3 തീൻ ദർവാജ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ. ആ, അതാണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് തീൻ ദർവാജ. അതാണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. നസറുദ്ദീൻ അഹമ്മദ് ഷായുടെ സമയത്ത് ഉണ്ടാക്കിയ ഒരു വാതിലാണ്. നമ്മളതിൻ്റെ ഇപ്പുറത്തെ വാതിലിൽ കൂടെ അകത്തോട്ട് കയറി. അപ്പുറത്തെ വാതിൽ മൊത്തം വണ്ടിയാ. ഓ, എൻ്റെ മുടി അതെത്തിയപ്പോഴേ തോന്നി. ഓ, ഇവിടെ ഇങ്ങനെ അങ്ങ് ഒഴിക്കുകയാണ്. എൻ്റെ പൊന്നോ, എന്ത് നല്ല സുഗന്ധം. എൻ്റെ വായിക്കാത്തോന്ന് എന്തൊക്കെയാ വരുന്നു.
ഓ ഇതൊരു മെയിൻ ആർക്കറിയാം ഇത് എവിടെ എത്തി. ആകെ 10 മിനിറ്റ് അങ്ങോട്ട് നടന്നുള്ളൂ. വണ്ടി 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 ഓ ചുമ്മാതല്ല, ക്ലുക്ലുവിന്റെ എല്ലാ മണവും വരുന്നുണ്ട്. തിരിച്ചു അവക്ക് മണം സഹിക്കാൻ പറ്റുന്നില്ല. ഇവിടെ കോഴിയുണ്ടോ? ഇത് പിന്നെ ഈ ഫുള്ള് നോക്കി കഴിഞ്ഞാൽ ഇത് ഫുൾ ഏരിയ ഇല്ലേ, ഈ ഫുൾ ഏരിയ. ഓ അതുകൊണ്ട് ഇവിടെ കിട്ടും. പക്ഷെ ഹോട്ടലുകളിലൊന്നും അങ്ങനെ ഇല്ലാന്നേ ഉള്ളൂ. നോൺ വെജ് ഇല്ല, അതിന് വേണ്ടി ഹോട്ടലുണ്ട് നോൺ വെജ് സെപ്പറേറ്റ് ആയിട്ടുള്ളൂ. മീൻ കിട്ടത്തില്ല, ഇറച്ചി പിന്നെയും കിട്ടും അങ്ങനെ, പക്ഷെ മീൻ കിട്ടത്തില്ല. പിന്നെ അതിൻ്റെതായ ഹോട്ടലൊക്കെ ഉണ്ട്, ഭയങ്കര കുറവാണ്. പക്ഷെ പിന്നെ ഞങ്ങൾ വീട്ടിൽ തന്നെ എല്ലാം നോൺ വെജ് ഉണ്ടാക്കി കഴിക്കുന്നതുകൊണ്ട് പുറത്തുനിന്ന് അങ്ങനെ ഞങ്ങൾ നോൺ വെജ് പ്രിഫർ ചെയ്യാറില്ല. നമുക്കറിയത്തില്ലല്ലോ എങ്ങനത്തെ നാട്ടിൽ പിന്നെയും ഒരു വിശ്വാസമുണ്ട്. അത് വെച്ച് നമ്മൾ പുറത്ത് പോയാലും നോൺ വെജ് കഴിക്കും, അവിടെ പിന്നെ കിട്ടുമല്ലോ എവിടെ പോയാലും. ഇവിടെ പക്ഷെ അങ്ങനെയല്ല, ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങള് അങ്ങനെ പുറത്തുനിന്ന് ഇറച്ചി മേടിച്ച് കഴിക്കുന്നത് പ്രിഫർ ചെയ്യാറില്ല. ഇവര് ഇവിടെ വണ്ടീന്റെ സൗണ്ട് ഒക്കെ മോഡിഫൈ ചെയ്തിട്ട് ഈ സ്കൂട്ടറിനൊക്കെ ജീപ്പിന്റെ സൗണ്ടാ. വണ്ടി അവിടെ കണ്ടല്ലേ പാർക്ക് ചെയ്തത്. വണ്ടീന്റെ അടുത്തോട്ട് പോവാ. ഇനി വണ്ടി തപ്പി പിടിക്കട്ടെ എവിടെയാണ്. ബട്ട് ഒരു കാര്യം, ഈ മതത്തിനെ തമ്മി അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും അത് മോസ്ക് അല്ലേ? അത് മോസ്കും അതിന്റെ തൊട്ടടുത്ത് തന്നെ അമ്പലവും ഉണ്ട്, ഫോട്ടോ ഉണ്ട്. അത് കാണുമ്പോഴാണ് ഇപ്പോഴും നമ്മുടെ ഭ്രാന്ത് തലയ്ക്ക് പിടിച്ചിട്ട് തകർന്നു പോയിട്ടില്ല എന്ന് പറഞ്ഞ ഒരു ആശ്വാസം വരുന്നത്. നാട്ടിൽ എവിടെയോ എന്താ കേരളത്തിൽ എവിടെയോ ഒരു സ്ഥലമുണ്ട്, അത് എനിക്ക് കറക്റ്റ് ആയിട്ടല്ലേ, ഞാൻ റീല് കണ്ടതാ. ട്രിവാൻഡ്രം മൂന്നും കൂടെ ഒരുമിച്ച് അതാണ് അതൊക്കെ ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെയാണ് ശരിക്കും പിടിച്ചു വെക്കുന്നത്. അത് തകർക്കല്ലേ, എന്തിനാണ് വെറുതെ അടി കൂടുന്നത്? നമ്മളെല്ലാവരുടെ ആരുടെ കൈ മുറിച്ചാലും വരുന്നത് ചോരയാ. ആ ചോരയ്ക്ക് എല്ലാം റെഡ് കളറുമാണ്. ഇപ്പോൾ കിഡ്നി ഫെയിലിയർ ആയിട്ട് ഒരുത്തൻ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവൻ ജാതി മതം നോക്കിയിട്ടല്ലല്ലോ കിഡ്നി ഡൊണേഷൻ എടുക്കുന്നത്. ജീവിക്കണമെന്ന് വരുമ്പോൾ ആരാണെങ്കിലും എന്നെ എങ്ങനെയും രക്ഷിക്കാനേ പറയത്തുള്ളൂ, അല്ലെങ്കിൽ ഇന്ന മതക്കാരനോ അല്ലെങ്കിൽ ഇന്ന ജാതിക്കാരൻ വന്ന് രക്ഷിക്കാൻ ആരും പറയത്തില്ല. വണ്ടി ഇട്ട് ഇനി അങ്ങോട്ടാ, ഇനി അപ്പുറത്തെ സൈഡിലോട്ട് പോവാം. അവിടെ നിന്ന് ഇറങ്ങി മാർക്കറ്റിന്റെ വേറൊരു സ്ഥലത്തോട്ട് ഇറങ്ങി നിന്ന്. ഇതെന്താ വേണ്ടത്? ഗൂസ്ബെറി, ഡ്രൈ ഗൂസ്ബെറി, മലയാളത്തിൽ നെല്ലിക്ക. ഓ നെല്ലിക്കയായിരുന്നു അത്. ഇതാ മറ്റേ വിപ്പ് ക്രീം അല്ലേ, അല്ല വിപ്പടിക്കുന്ന സാധനമല്ലേ? ഇവിടെ എല്ലാം ഉണ്ട്, തപ്പാൻ വേണ്ടി നിന്നാ മതി. എന്താ ഈ സാധനം എവിടെയാ കിട്ടുന്നതെന്ന്? ഓക്കെ ഓക്കെ. ഇതൊക്കെ നമ്മുടെ എയർപോർട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്ര രൂപയാ? എന്റെ കാര്യം ഞാൻ പറയാം, എനിക്കറിയത്തില്ല ചില സാധനങ്ങൾ എങ്ങനത്തെ ടൈപ്പ് കടയിലാണ് കിട്ടുന്നതെന്ന്. എടുത്തു തരും, ഐ മീൻ കട പറഞ്ഞു തരും, അത്രേ ഉള്ളു. എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. ഡെക്കറേഷൻ ഐറ്റംസ് തൊട്ട് ഫർണിച്ചേഴ്സ് ഉണ്ട് ഇവിടെ.
അത് അകത്തോട്ടായിരിക്കും അല്ലേ? ഫർണിച്ചർ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. വീട്ടാവശ്യം. ഒരു എന്തായാലും ഇത് ചെറിയൊരു വണ്ടിയായിട്ട് വന്ന എല്ലാം വാരി കോരി എടുത്തോണ്ട് അങ്ങ് പോകാം. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. എൻ്റെ ഇത് ഇവിടെ ആയിരുന്നില്ലേ, ഹോസ്റ്റൽ ഇവിടെ ആയിരുന്നില്ലേ? അപ്പം ഞാൻ കണ്ടത് അന്ന് ഇടയ്ക്ക് വെച്ചൊന്ന് ചുമ്മാ കറങ്ങാൻ വേണ്ടി വന്നപ്പോൾ. ഇത് റെസിഡൻസി ഏരിയ ആണോ? മണ്ടയ്ക്കോട്ട് ബിൽഡിംഗ് ഒക്കെ ഉണ്ടല്ലോ. എങ്ങോട്ടാ? നീ ഒന്നും എടുത്തില്ലേ? കമ്മലല്ലല്ലോ ഇപ്പം എടുത്തത്. മണ്ടയ്ക്കോട്ട് കണ്ടോ? പണ്ട് മിക്കവാറും എന്ത് വല്ല ഫ്ലാറ്റോ അല്ല ഇതിപ്പോൾ പണിതായിരിക്കുമല്ലോ. അത് പണ്ട് പണിതാണോ? ഇപ്പൊ പണിതാണെന്ന് തോന്നുന്നു. വേണ്ട, നിനക്ക് വേണോ? എനിക്ക് വേണോ? നമ്മൾ ജ്വല്ലറീസ് മാറി ഡ്രസ്സിൻ്റെ ഏരിയയിലോട്ട് പയ്യെ വന്നുകൊണ്ടിരിക്കുക. ഇനി ഇവിടെ ഓരോരുത്തർ നിന്ന് തപ്പിയേ പോകത്തുള്ളൂ. പിന്നെ ഗ്രാൻഡ്മയ്ക്ക് വേണ്ടി തപ്പണം. സാധനങ്ങൾ കുറേ അങ്ങനെ തപ്പാനുണ്ട്. അങ്ങനെ തപ്പി പോകേണ്ട വരും. ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ഇതൊരു മെയ്സ് ആണെന്ന്. മെയ്സിൽ പെട്ടു. വെളിയിൽ ഇറങ്ങാനുള്ള വഴി അറിഞ്ഞുകൂടാ. കിട്ടുന്ന വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുക. ഏത് വഴി കൂടെ പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. മെയ്സിൽ പെട്ടു. മെയ്സിൽ പെട്ടു. ദൈവമേ, നമുക്ക് മറ്റല്ല എന്താ സ്റ്റിക്ക് ഇട്ടുകൊണ്ട് വന്നാൽ മതിയായിരുന്നു വഴി അറിയാൻ വേണ്ടി. സബാഷ്. ഇത് ഇവിടെ അല്ലേ? ഇവിടെ ഒന്ന് ഇവിടുന്ന് അങ്ങോട്ട്, അതാണ്ട് അങ്ങോട്ടല്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ അങ്ങോട്ടാ പോയത്. അപ്പൊ വെളി അതാ. ഇങ്ങോട്ട് വന്നേ. അങ്ങോട്ടാ. ഇങ്ങോട്ടാണോ? ഇത് മേസി കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് രാത്രി നമുക്കൊരു 6 മണിക്ക് ഇവിടുന്ന് വെളി ചാടാം. ഇത് മൊത്തം കറങ്ങി വെളി ചാടേണ്ട അവസ്ഥയിലായി പോകും മിക്കവാറും ഇപ്പോൾ. നോക്കട്ടെ. അങ്ങനെ എങ്ങനെയോ വെളിയിലെത്തി. മാർക്കറ്റ് കണ്ടോ? നല്ലതാണ്. ക്യാമറ അങ്ങോട്ടല്ലേ ഇനിയും പോണ്ടേ? വെയിറ്റ്, വണ്ടി ഫ്രണ്ടിൽ കൂടെ വരുന്ന കണ്ടില്ലേ? അല്ലേ, F1 റേസിംഗ് അടിക്കുന്ന പോലെ ഇവിടെ 2 വീലേഴ്സ് ഒക്കെ വണ്ടി അടിച്ചു കൊടുക്കുന്നു. കണ്ട്. പക്ഷെ നമ്മുടെ വണ്ടീൻ്റെ ഓപ്പോസിറ്റ് വേറൊരു വണ്ടി കൂടെ നിർത്തിട്ട് ലോക്കാക്കി. താണ്ട മറ്റേ ആ ഗേറ്റ് ഫ്രണ്ടിൽ. എന്നാ മേടിക്ക. കുറേ നാളായില്ലേ നാരങ്ങ സോഡ എടുത്തിട്ട്. അത് കുടിച്ചിട്ട് നമുക്ക് പോവാം. ഇവിടെ കുറേ ഫ്ലേവർ ഉണ്ടല്ലോ. എനിക്ക് വെറും പ്ലെയിൻ മതി. ചേട്ടനോട് സ്റ്റൈലോടെ ഉണ്ടാക്കാൻ പറ. ആ പുള്ളിക്കാരൻ്റെ കൈ കണ്ടോ? ഇതായി തണുപ്പ് കാരണം ഫ്രീസായി പോയി. മസാല ഉണ്ടോ? എന്നാ കുഴപ്പമില്ല. ഇത് നാരങ്ങയല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ പൊട്ടിക്കട്ടെ. അതിനൊരു ബഫ് വന്നില്ല, പക്ഷെ പത അടിപ്പിച്ച്. ആണോ? ഇത് പിന്നെ ടേസ്റ്റ് ഉണ്ട്. ഈ ഐസ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നുണ്ട്, കുടിക്കാൻ നല്ല പാടാ. വരുന്നില്ല, എനിക്കും അത് വരുന്നില്ല.
അത് ഓടിച്ചു. വണ്ടി എവിടെ വെച്ചിരിക്കുന്ന? വണ്ടി അവിടെ അല്ലേ? വണ്ടീൻ്റെ അടുത്തോട്ട് പോയിട്ട് നോക്കാം. ഒരു വണ്ടി എടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന നമ്മളുടെ 12th ട്രാവലർ പോരട്ടെ. കമോൺ. അതെ, അങ്ങനെ സ്റ്റാർട്ടാക്കി എടുക്കുന്നുണ്ട്. കമോൺ, പോരട്ടെ. എടുത്തോ. അവിടെ നേരത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒട്ടും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ മുമ്പിലുണ്ടായിരുന്ന വണ്ടി എടുത്ത് മാറ്റിയത് കൊണ്ട് നമുക്ക് കുറച്ച് എളുപ്പത്തിൽ വണ്ടി എടുക്കാൻ പറ്റി. അത് ശരി, ഞാൻ തന്നെ ഓടിക്കണം ഗൈസ്. മാർക്കറ്റിന് അങ്ങോട്ടുണ്ട്. ഞാനിത് ടൈം ലാബ് പോലെ വെക്കട്ടെ? അതായിരിക്കും നല്ലത്. ഞാൻ ടൈം ലാബ് പോലെ വെക്കാവേ. നിങ്ങൾ മണ്ടയ്ക്കോട്ട് പോയിട്ട് ടൈം ലാബ് പോലെ കണ്ടോ. ഇവരിവിടെ 2A ആക്കി. അറിയാവോ, നമ്മൾ ആ റെയിൽവേ സ്റ്റേഷന്റെ അവിടെ ബ്രിഡ്ജ് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരുമ്പോ നമ്മള് നേരെ വരാതെ അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടാണ് വൺ വേ, എവിടുന്ന് ഇങ്ങോട്ടാണോ വൺ വേ? ഇതാണ് വൺ വേ. അവിടെ ഇങ്ങോട്ട്. ഓ, അപ്പൊ നമ്മളെ റോങ് സൈഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, പിന്നെ അവിടെ ഇങ്ങോട്ട് വരാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഇവിടെ ഇത് വെച്ചിരിക്കുന്നത്. ഓ, ഇവിടെ ഇത് വെച്ചിട്ടുണ്ട്. എന്നിട്ടും കേറി വരിക. നമ്മള് കേറിയത് നിന്റെ ഹോട്ടലിന്റെ അവിടെ. ഇറങ്ങിയത് വേറെ കണ്ടു. നമ്മള് സാരംഗ്പൂർ ബ്രിഡ്ജിന്റെ അവിടെ. അതേത് ബ്രിഡ്ജ്? സാരംഗ്പൂർ ബ്രിഡ്ജ്. അതുകൊണ്ട് ഇവിടെ ഉണ്ടല്ലോ ഒരു കവാടം. ഇത് എല്ലാ ദിവസവും നമ്മള്. ഇത് നമ്മൾ ആദ്യം കണ്ട കവാടം. പിന്നെ അപ്പൊ ഇതേത് സൈഡ്? ദൈവം, ഇവിടെ എന്തൊക്കെ സൈഡുണ്ട്. ഈ കവാടത്തിൽ കൂടെ കയറി ഇറങ്ങാൻ പറ്റുമോ? ഇല്ല, അത് വൺ വേയാ. ഇടിച്ചില്ല. ഇത് കണ്ടോ, ഇതിന്റെ അടുത്ത് നടുക്ക് കണ്ടോ ഒരു ബ്രിക്ക് പോലെ. അത് പറഞ്ഞ ഇത് മതില. ആ സൈഡിലത്തെ മതിലൊന്നും കളഞ്ഞിട്ടില്ല. ആ സൈഡിലത്തെ മതിൽ കണ്ടോ, ഒരു കൊട്ടാരം. കൊട്ടാരം അല്ല, ഒരു കിണ്ടം. ഒരു കിണ്ടമാണ് ഇപ്പോൾ ഇങ്ങനെ ആയി മാറിയിരിക്കുന്നത്. ആ സമയത്ത് റോഡും ഇല്ല, വണ്ടിയില്ല, മോട്ടറില്ല, ഒരു കുന്തക്കടമില്ല. അപ്പൊ ആ സമയത്തൊക്കെ എങ്ങനെയായിരുന്നേക്കും ഗുജറാത്ത്, അഹമ്മദാബാദൊക്കെ? ഹിസ്റ്ററി അറിയാവുന്നവർക്ക് ഇതിനെക്കുറിച്ച് എല്ലാം ഒരു ഊഹം ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് അറിയാത്ത എനിക്ക് വരെ ഉണ്ടല്ലോ ആഗ്രഹം. അതാണ്, ഇതിനെക്കുറിച്ച് ഒരു വഹ അറിയത്തില്ലെങ്കിൽ എന്താ, ഇതൊക്കെ കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടല്ലോ. നിങ്ങളെ കാണിക്കണമെന്നുണ്ട് എനിക്ക്. ഇതെന്താടാ റോഡിൽ കൂടെ കഥയും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കേട്ടോ. അതാ പറഞ്ഞു, ഇവിടുത്തെ ആൾക്കാരൊന്നും ശ്രദ്ധിക്കത്തേ ഇല്ല. എന്നെ ഇടിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് കേസ് കൊടുക്കും. ഇടിക്കാതെ പോകണം നിന്റെ ഉത്തരവാദിത്തം. ആ രീതിയിൽ ഇവിടെ എല്ലാവരും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും. വണ്ടിയല്ല, നടന്നു പോകുന്നു.